സ്മരണകൾ ഉറങ്ങുന്ന മണ്ണിലേക്കാണ് VS ഇങ്ങനെ കടന്നു വരുന്നത്. തീർച്ചയായും ഗൂഗിൾ പോരാട്ടത്തിന്റെ ഭൂമികയാണ് കൊല്ലം. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ഈറ്റില്ലമാണ് കൊല്ലം. തൊഴിലാളി വർഗ പ്രസ്ഥാനങ്ങളുടെ ഈറ്റില്ലമാണ് കൊല്ലം. അതുകൊണ്ട് തന്നെ കൊല്ലത്തിന്റെ മണ്ണിലേക്കാണ് VS അതിയാത്രയായി എത്തുന്നത്. നേരത്തെ ഗൂഗിൾ സൂചിപ്പിച്ചതുപോലെ കണ്ണേ കേരളേ VS എന്ന സ്വന്തം പേരിൽ മുദ്ര ചാർത്തിയ ഒരു മുദ്രാവാക്യമുള്ള നേതാവ് 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം VSന്റെ പേര് വിളിച്ച് ആ മുദ്രാവാക്യം വീണ്ടും കേരളക്കര ഒന്നാകെ ഏറ്റുവിളിക്കുകയാണ്. ഈ മുഴങ്ങിക്കേട്ടത് ഇന്നലെ വൈകുന്നേരം മുതലാണ് ഈ മുദ്രാവാക്യം ഇങ്ങനെ മുഴങ്ങിക്കേൾക്കുവാൻ തുടങ്ങിയത്. മുദ്രാവാക്യം വിളിയുടെ പാരമ്യത്തിൽ ചുണ്ടുവിരലൊരു ചെറു ചിരിയോടെ കൈ ഉയർത്തി മുൻപിലുള്ളവരെ അഭിവാദ്യം ചെയ്യുന്ന VS ഇല്ല. VS നിശ്ചലനായിട്ടാണ് ഈ വഴികളിലൂടെ കടന്നു വരുന്നത്. പക്ഷേ തലസ്ഥാനത്തെ പ്രകമ്പനം കൊള്ളിച്ച ആ മുദ്രാവാക്യം, സംസ്ഥാനത്തെ വലിയ ആവേശം കൊള്ളിച്ച ആ മുദ്രാവാക്യം ഇന്ന് VSനെ ഉണർത്തുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആൾക്കൂട്ടത്തെ കണ്ടുകണ്ട് ആയുസ് ദീർഘിപ്പിച്ച നേതാവാണ് VS എന്ന് പലകുറി നമ്മൾ പറഞ്ഞതാണ്. ഇന്നലെ അവസാന യാത്രക്കിറങ്ങിയപ്പോൾ മുതൽ ഇന്നതാ ഈ സമയം വരെ VSന് ചുറ്റും ജനം ഇങ്ങനെ പൊതിഞ്ഞു നിൽക്കുകയാണ്. ഓർമ്മകളിൽ VS എന്നും ഞങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്ന് ആവേശത്തോടെയുള്ള മുദ്രാവാക്യം വിളികളാണ് ഈ പിന്നിട്ട വഴിത്താരകളിലെല്ലാം നാം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. VS മരിക്കുന്നില്ല, VS അത്രത്തോളം ആഴത്തിൽ ഞങ്ങളുടെ എല്ലാം ഹൃദയത്തിലുണ്ട് എന്ന് അവർ ആവേശത്തോടെ വീണ്ടും വിളിക്കുകയാണ്. ആരാണ് VS, ആരാണ് ഞങ്ങൾക്ക് VS എന്ന് അവർ വീണ്ടും കാട്ടിത്തരികയാണ്, വീണ്ടും പറഞ്ഞു തരികയാണ്. അതിന്റെ നേർസാക്ഷ്യമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ണേ കേരളേ VS എന്ന മുദ്രാവാക്യത്തിന് ദാ ഈ കൊല്ലത്തേക്ക് എത്തുമ്പോഴും കൂടുതൽ ആവേശത്തോടെ ജനം ഏറ്റുവിളിക്കുന്നു. പക്ഷേ അവയൊന്നും ഇന്ന് VSനെ ഉണർത്താൻ പോകുന്നതല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ തന്റെ കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യത്തിൽ, കമ്മ്യൂണിസ്റ്റ് ജീവിതത്തിൽ, ഈ പോരാട്ട ഭൂമികയിൽ കൊല്ലത്തിൽ കൊല്ലത്തെ മണ്ണിലേക്ക് VS എത്തിയിട്ടുണ്ട്. കൊല്ലം തുറമുഖത്തിന്റെ ഉദ്ഘാടനത്തിന്, കൊല്ലത്തെ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ പോരാട്ടത്തിന്, കശുവണ്ടി പ്രസ്ഥാനത്തിന്റെ പോരാട്ടത്തിന് അപ്പോഴെല്ലാം VS ചിരിച്ചുകൊണ്ട് ഒരു ചെറുപുഞ്ചിരിയോടെ പ്രവർത്തകരെ അഭിസംബോധന ചെയ്തിട്ടുണ്ട്. തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ മണ്ണിൽ ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ വേരുറപ്പിക്കാൻ പലകുറി VS എത്തിയത് അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ടുണ്ട്. ശൂരനാട് വിപ്ലവത്തിന്റെ മണ്ണാണ്. സ്വാഭാവികമായും അവിടേക്ക് ഇനി കൊല്ലം കഴിഞ്ഞ് അവിടേക്ക് പോകുമ്പോൾ അവിടേക്ക് വലിയ ജനസാഗരം തന്നെ എത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. ആർത്തലച്ചു പെയ്യുന്ന വലിയ മഴയുണ്ടായിരുന്നു അല്പസമയം മുമ്പ്. പക്ഷേ ആ മഴയെല്ലാം തന്നെ അവഗണിച്ചുകൊണ്ടാണ് ജനം ഇങ്ങനെ കടന്ന് ഓരോ വഴിത്താരകളിലും എത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ചെറുവഴികളിൽ നിന്ന് ഈ NHലേക്ക് എത്തി ഒരു വലിയ സാഗരമായി ജനമിങ്ങനെ തുടർന്ന് അനുസ്യൂതം പോവുകയാണ്. അടമുറിയാത്ത കണ്ണിയായി ജനമിങ്ങനെ ഈ VSനെ കാണാൻ, തങ്ങളുടെ പ്രിയപ്പെട്ട സഖാവിനെ കാണാൻ, തങ്ങളുടെ പ്രിയപ്പെട്ട മനുഷ്യത്വമുള്ള ആ നേതാവിനെ കാണാൻ, മനുഷ്യത്തിന് വേണ്ടി പ്രവർത്തിച്ച, ഈ പരിസ്ഥിതിക്ക് വേണ്ടി പോരടിച്ച, സ്ത്രീപക്ഷ ചിന്താഗതി ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് നീങ്ങിയ തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ കാണാൻ ജനമിങ്ങനെ ആർത്തലച്ചെത്തുന്ന കാഴ്ചയാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിലെല്ലാം തന്നെ കാണുന്നത്. ഈ മഴയെപ്പോലും അവഗണിച്ച് ഇരുചക്ര വാഹനങ്ങളിൽ ഈ ഭൗതിക ശരീരത്തിനോടൊപ്പം യാത്ര ചെയ്യുന്നവരുണ്ട്, നടന്നു പോകുന്നവരുണ്ട്. അവർക്ക് മഴ പ്രശ്നമില്ല, അവർക്ക് തങ്ങളുടെ യാതനകൾ പ്രശ്നമില്ല, തങ്ങളുടെ ബുദ്ധിമുട്ടുകൾ പ്രശ്നമില്ല. കാരണം തങ്ങളുടെ പ്രിയ നേതാവിനെ, തങ്ങളുടെ പ്രിയപ്പെട്ട സഖാവിനെ, VS എന്ന ആ ദ്വയാക്ഷരത്തെ ഹൃദയത്തോട് ചേർത്ത് വെക്കുകയാണ് ഓരോ മനുഷ്യനും. കാരണം അവർക്കെല്ലാം അത്രമേൽ പ്രിയപ്പെട്ടതാണ് VS. അവരുടെ ജീവിതത്തിൽ അത്രമേൽ ആഴത്തിൽ പതിപ്പിച്ച ഒരു പേരാണ് VS. ആ മുഖം, ആ മുഖത്തെ വീണ്ടും കാണുവാൻ, വീണ്ടും ആ ജീവിതത്തെ ചേർത്ത് പിടിക്കുവാൻ, ആ VSനെ ഒരിക്കൽ കൂടി കാണുവാനുള്ള ശ്രമമാണ് ഈ ജനം മുഴുവൻ ഇവിടെ കഴിയുന്നതിലേറെ നമുക്ക് നമ്മളെ കൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. എന്താണെന്ന് വെച്ചാൽ എല്ലാമാണ്, ഞങ്ങളുടെ എല്ലാമാണ്. സങ്കടം ഉണ്ടാ VSന്റെ അന്ത്യയാത്ര അത് തിരുവനന്തപുരം മുതൽ വലിയ ചുടുകാട് വരെ, ആലപ്പുഴ വരെ മാത്രമേ നീളുന്നുള്ളൂ. പക്ഷേ VSന്റെ ജീവിതം, VSന്റെ സമരങ്ങൾ, VSന്റെ കാലഘട്ടം അതെത്ര ദീർഘമായിരുന്നു. തിരുവനന്തപുരത്ത് പാറ്റൂരിൽ, പിന്നെ പത്തനംതിട്ടയിൽ ആറന്മുളയിൽ, ഇടുക്കിയിൽ ദേവികുളത്ത്, മൂന്നാറിൽ, പിന്നെ പെമ്പിള്ളை ഒരുമയുടെ സമരങ്ങളിൽ, എറണാകുളത്ത് പൂയംകുട്ടിയിൽ, തൃശ്ശൂരിൽ ആതിരപ്പള്ളിയിൽ, പാലക്കാട് പ്ലാച്ചിമടയിൽ, മലപ്പുറത്തും കോഴിക്കോടും ഗ്വാളിയർ റെയിൻസിനെതിരായ സമരങ്ങളിൽ, പിന്നെ കാസർഗോഡ് അശ്വനിപാതം പോലെ എൻഡോസൾഫാൻ ദുരിതം വിതച്ച മണ്ണിൽ, അങ്ങനെ കേരളമാകെ സമരമായി നിറഞ്ഞ സമരമരമാണ് ഇപ്പോൾ അങ്ങനെ നിശ്ചലം ഈ ജനാരവത്തിന്റെ
മുദ്രാവാക്യങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് മടക്കയാത്രയാണ്. കർമ്മപഥമായിരുന്ന ഏറ്റവും ഒടുവിൽ നിറഞ്ഞു നിന്ന തിരുവനന്തപുരത്ത് നിന്ന് ജന്മനാട്ടിലേക്കുള്ള മടക്കയാത്രയിലാണ് വി എസിനെ ഒരു നോക്ക് കാണാൻ, അവസാനമായി ഒരു അഭിവാദ്യം അർപ്പിക്കാൻ, ഈ കാലമത്രയും ഈ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വി എസിനെ കണ്ടിട്ടുള്ളവർ വീണ്ടും ഒരിക്കൽ കൂടി കാണാൻ, കണ്ടിട്ടില്ലാത്തവർ എത്ര കൊച്ചുകുട്ടികളാണ്, എത്ര തലമുറകളാണ് ഈ വിലാപയാത്രയിലുടനീളം ആ വഴിക്കിരുവശവും ഒരു മനുഷ്യ ചങ്ങല പോലെ കണ്ണി പൊട്ടാതെ, ശബ്ദമിടറാതെ, ഒന്നോടൊന്ന് ഒരാൾ നിർത്തുമ്പോൾ ഒരിടവേളയില്ലാതെ മറ്റൊരാൾ മുദ്രാവാക്യം മുഴക്കുന്ന കാഴ്ച ഇതിനു മുമ്പ് ഒരുപക്ഷെ നയനാരുടെ വിലാപയാത്രയിലായിരിക്കും കണ്ടിട്ടുണ്ടാവുക. അത്രയേറെ ഉമ്മൻചാണ്ടിയുടെ മരണസമയത്ത് നമ്മൾ വിലാപയാത്ര കണ്ടതാണ്. പക്ഷേ ഇത്ര ആവേശകരമായ മുദ്രാവാക്യം വിളികൾ, അത് വി എസ് തീർത്തൊരാവേശമാണ്. ആൾക്കടലിൽ വി എസ് അവരുടെ നായകനായിരുന്നു. അവരുടെ മുന്നിൽ നിന്ന് നയിച്ച, ഇന്നലെ സൂചിപ്പിച്ചതുപോലെ വി എസ് ഒരു വിളക്കുമരമായിരുന്നു. എല്ലാ പ്രതിസന്ധികളിലും, എല്ലാ ദുരിതങ്ങളിലും, യാതനകളിലും പ്രതീക്ഷയറ്റ മനുഷ്യർക്ക് അവർക്കൊരു ദിശാബോധം നൽകിയ വിളക്കുമരമായിരുന്നു വി എസ്. ആ വിളക്കുമരമണയുന്നതിൻ്റെ വേദനയാണ്, ഒപ്പം വി എസ് കാട്ടിത്തന്ന നിലപാട്, വി എസ് വെട്ടിത്തെളിച്ച വഴി, ഇതൊക്കെ ഇപ്പോഴും അങ്ങനെ മുനിഞ്ഞു കത്തുന്നുണ്ട് ഈ പ്രിയ സഖാക്കളുടെ മുന്നിൽ. അവരുടെ ഓർമ്മകളിൽ, മനസ്സുകളിൽ പലരുടെയും വാക്കുകൾ വി എസ് അവരുടെ ജീവിതത്തിൽ നേരിട്ടുമല്ലാതെയും, അല്ലെങ്കിൽ വി എസ് നടത്തിയ പോരാട്ടങ്ങൾ അവരുടെ ജീവിതത്തെ, കേരളത്തിൻ്റെ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ ജീവിതത്തെ എങ്ങനെ മാറ്റിമറിച്ചു എന്ന് ഈ ദിവസങ്ങളിലൊക്കെ ഓർത്തെടുത്തതാണ്. ആ ഓർമ്മകളുടെ ഇരമ്പത്തിലാണ് മനുഷ്യരങ്ങനെ ഇരച്ചെത്തുന്നത്. ഈ ദേശീയപാതയ്ക്ക് ഇരുവശവും നിന്ന് ആ വാഹനം ഇപ്പോൾ ഏതാണ്ട് തടഞ്ഞു വെച്ച അവസ്ഥയിലാണ്. മുമ്പ് പാർട്ടിയെ തിരുത്തിയ ആൾക്കൂട്ടം പോലെ ഇന്ന് വി എസിനെ തടഞ്ഞു നിർത്തുന്നത്, അല്ലെങ്കിൽ വി എസിനെ വഹിച്ചുകൊണ്ടുള്ള ഈ വിലാപയാത്ര, വി എസിനൊപ്പമുള്ള ഈ വിലാപയാത്രയും അതിൻ്റെ എല്ലാ കണക്കുകൂട്ടലുകളെയും, നിശ്ചയങ്ങളെയും, നിർദ്ദേശങ്ങളെയും മറികടക്കുന്നത് അതേ ആൾക്കൂട്ടമാണ്. വി എസിൻ്റെ കരുത്തായ, വി എസ് ശ്വാസം പോലെ സ്വീകരിച്ച, വി എസിന് ജീവശ്വാസമായി മാറിയ ആ ആൾക്കൂട്ടമാണ് ഇപ്പോഴും വി എസിൻ്റെ ഈ വിലാപയാത്രയിലും ഒപ്പം ചലിക്കുന്നത്. അരുൺ രാജുണ്ട്. അരുൺ, ഇപ്പോൾ എവിടെ എത്തിയിരിക്കുന്നു? ഈ വിലാപയാത്ര കൊല്ലത്തേക്ക് പ്രവേശിച്ചത് മുതൽ ആ വിലാപയാത്രയുടെ വേഗമൊന്ന് കുറഞ്ഞിട്ടുണ്ട്. അത് കേവലം മഴ കൊണ്ട് മാത്രമല്ല, മനുഷ്യരങ്ങനെ ഇളകിയാർത്ത് അടുക്കുകയാണ്. തീർച്ചയായും ഗോകുൽ, മഴ പെയ്തപ്പോൾ സ്വാഭാവികമായും പോലീസ് അടക്കം വിചാരിച്ചത് പ്രവർത്തകർ ഈ കാണാൻ നിൽക്കുന്ന ജനസമൂഹം അത് പൂർണ്ണമായും മാറുമെന്നാണ്. പക്ഷേ ആ മഴയെപ്പോലും തൃണവൽക്കരിച്ചുകൊണ്ട് റോഡിന്റെ ഇരുവശത്തും, ഈ ദേശീയപാതയുടെ ഇരുവശത്തും ജനം ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ കാണാൻ. തങ്ങൾക്ക് ഒന്ന് മാത്രം കണ്ടാൽ മതി, അവസാനമായി ഒരു നോക്ക് തങ്ങളുടെ വി എസിനെ. ആ വി എസിനെ കണ്ടുമടങ്ങാതെ ഇവരാരും എത്ര വലിയ മഴയായാലും ഇവിടെ നിന്ന് പോകില്ല എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട്. എന്തായാലും ഈ നിലവിൽ ഈ പാരിപ്പള്ളി പിന്നിട്ട് പോകാൻ ഇതുവരെ ഈ വിലാപയാത്രയ്ക്ക് കഴിഞ്ഞിട്ടില്ല. പാരിപ്പള്ളിയിൽ ജനം അത്രമേൽ സ്നേഹത്തോടെ വി എസിനെ പൊതിഞ്ഞു നിൽക്കുകയാണ്. ഈ അവസാന യാത്രയിലും തങ്ങളുടെ പ്രിയ നേതാവിനെ, തങ്ങളെ എല്ലാ കാലവും തങ്ങളോട് ചേർത്ത് നിർത്തിയ, ഈ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തെ ചേർത്ത് നിർത്തിയ, തങ്ങളുടെ യാതനയിൽ തങ്ങളോടൊപ്പം നിന്ന, തങ്ങൾക്ക് വേണ്ടി അവകാശ പോരാട്ട സമരങ്ങൾ നയിച്ച ആ പ്രിയപ്പെട്ട സഖാവിനെ, ഈ പോരാട്ട വീര്യം, ആ ജീവിതത്തിന്റെ തുടക്കം മുതൽ ജീവിതത്തിന്റെ അവസാനം വരെ തങ്ങളോടൊപ്പം നിന്ന ആ നേതാവിന് ആ സ്നേഹ വായ്പ നൽകുകയാണ് ഈ പാരിപ്പള്ളിയിലെ ജനസമൂഹം. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ വലിയ മഴയാണ് പാരിപ്പള്ളിയിലടക്കം, ചെറിയ രീതിയിൽ പോലുമല്ല. പക്ഷേ ആ മഴയത്ത് പോലും വി എസിനെ കാണുവാൻ ജനം ഇങ്ങനെ റോഡിലേക്ക് ഇറങ്ങുന്ന കാഴ്ചയാണ്. അത് വി എസ് എന്ന് പറയുന്ന ആ കമ്മ്യൂണിസ്റ്റ് നേതാവിനോടുള്ള സ്നേഹ വായ്പ മാത്രമാണ്, ആ സ്നേഹം മാത്രമാണ്. എന്തുകൊണ്ടാണ് ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന് ഇത്രമേലാഴത്തിൽ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയുക എന്നുള്ളത് നമ്മൾ പരിശോധിക്കപ്പെടേണ്ടതാണ്. കാരണം പരുക്കനായ വ്യക്തി എന്നാണ് വി എസിനെ പലപ്പോഴും എല്ലായിടത്തും വിശേഷിപ്പിക്കുന്നത്. പക്ഷേ ആ പരുക്കൻ രീതിക്കപ്പുറം സ്നേഹവായ്പ കൊണ്ട്, ഈ അവകാശ പോരാട്ട സമരങ്ങൾ കൊണ്ട്, ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളിൽ ഇറങ്ങിച്ചെല്ലുന്ന മനുഷ്യത്വമുള്ള മുഖം കൊണ്ട് ആ ജനസമൂഹത്തിലേക്ക് അത്രമേലാഴത്തിൽ വി എസ് ഇറങ്ങിച്ചെന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ നേർസാക്ഷ്യമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. വി എസ് ഒരിക്കലും
VS ഒരിക്കലും ഒരു ഒറ്റയ്ക്കായിരുന്നില്ല. VSന്റെ പോരാട്ട ഭൂമികയിൽ ജനം ഒന്നാകെ ഒഴുകിയെത്തുന്ന കാഴ്ച പലകുറി നാം കണ്ടതാണ്. ഓരോയിടത്തും അത് ഈ തിരുവനന്തപുരത്ത് നിന്ന് ദർബാർ ഹാളിൽ നിന്ന് 2 മണിക്ക്, അത് നേരത്തെ സമയക്രമം നിശ്ചയിച്ചതുപോലെ തന്നെ 2 മണിക്ക് യാത്ര തുടങ്ങിയതാണ്. ആ 2 മണിക്ക് തുടങ്ങിയ യാത്ര തിരുവനന്തപുരം ജില്ല പിന്നിടാൻ 11 മണിക്കൂറാണ് വേണ്ടി വന്നത്. ഇനി കൊല്ലം ജില്ല പിന്നിട്ട് ആലപ്പുഴയുടെ മണ്ണിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായും ജനസാഗരം ഈ വഴിത്താരകളിൽ നിറഞ്ഞു നിൽക്കും. അവരെ കാണാതെ പോകാൻ VSന് കഴിയില്ല. അവർക്ക് ഇന്നലെ വരെ VS ഉണ്ടായിരുന്നു. സ്വാഭാവികമായും അവർക്ക് അവസാനമായി VSനെ ഒന്ന് കാണണമെന്ന ആഗ്രഹം, അത് കണ്ടില്ലെന്നടിക്കാൻ CPM എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനും കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഓരോ ഇടവും ജനങ്ങളെ ഇങ്ങനെ കണ്ട് VS മടങ്ങുമ്പോഴും, ജനം ഇങ്ങനെ ആർത്തലച്ചെത്തുമ്പോഴും ആ വാഹനത്തിന്റെ വേഗം അധികമാകാതെ വേഗത കുറച്ച് ജനത്തെ എല്ലാം VSനെ കാണിച്ച് ഇങ്ങനെ യാത്ര തുടരുന്നത്. VSന്റെ മണ്ണാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആലപ്പുഴയെ പോലെ പ്രിയപ്പെട്ട മണ്ണാണ് കൊല്ലത്തെ മണ്ണും VSന്. കാരണം പോരാട്ടത്തിന്റെ ഭൂമികയിൽ VS എന്നും നിലനിന്നിരുന്ന മണ്ണാണ്. VS അനാഥത്വത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും അനാഥത്വത്തിലേക്ക് കടന്നപ്പോൾ VS ഒറ്റയ്ക്കല്ല എന്ന് ഉറച്ചു പറഞ്ഞ മണ്ണാണ്. VSന് വേണ്ടി തെരുവിലിറങ്ങിയ ജനസമൂഹമുള്ള മണ്ണാണ്. VSന് വേണ്ടി പോരടിച്ച വലിയ സമൂഹമുള്ള മണ്ണാണ്. VS കണ്ടെത്തിയ നേതാക്കളുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ VSനോട് വൈകാരികമായ ബന്ധം കൊല്ലം ജില്ലയ്ക്കുണ്ട്. ആ ബന്ധമാണ് നമുക്ക് ഈ വഴിത്താരകളിലെല്ലാം, അത് പാരിപ്പള്ളിയിലെ ഈ കനത്ത മഴയത്തും VSനെ കാത്തുനിന്ന ആ ജനസമൂഹം ആവർത്തിച്ച് വിളിച്ചു പറയുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജീവിതത്തെ ഇത്രമേൽ സമരതീഷ്ണമാക്കിയ ഒരു മനുഷ്യനുണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ല എന്നാണ് അതിന്റെ ഉത്തരം. പോരാട്ടത്തെ ജീവവായു പോലെ സ്നേഹിച്ച, പോരാട്ടത്തെ ഹൃദയത്തിൽ ആവാഹിച്ചെടുത്ത ജനസമൂഹത്തിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് തന്റെ അവസാന നാളുകളിൽ പോലും ജീവിതത്തോടും അതുപോലെ തന്നെ സന്ധിയില്ലാ സമരങ്ങളോടും പോരടിച്ച VS എന്ന് പറയുന്ന ആ ദ്വയാക്ഷരമില്ല എന്ന് വിശ്വസിക്കാൻ ഇപ്പോഴും പലർക്കും കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് കണ്ണീര് കൊണ്ട് ജനം VSന് യാത്രയയപ്പ് നൽകുന്നത്. ഈ ചാത്തന്നൂരിലേക്ക് അടുക്കുമ്പോൾ പോലും അത് CPM നേരത്തെ പറഞ്ഞതുപോലെ പല സ്ഥലങ്ങളിൽ CPM ഇതിന്റെ ഭാഗമായി തന്നെ VSനെ കാണാനുള്ള ക്രമീകരണങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷെ ആ ക്രമീകരണങ്ങൾക്കപ്പുറം പലയിടങ്ങളിലും ചെറുപ്പക്കാരുടെ കൂട്ടം, സ്ത്രീകളുടെ കൂട്ടം അവരിങ്ങനെ കാത്തു നിൽക്കുകയാണ് തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ കാണാൻ. ഒരു തവണയെങ്കിലും ഒന്ന് കാണിക്കൂ, ഞങ്ങൾക്ക് കണ്ടേ മതിയാവൂ, കണ്ടേ ഞങ്ങൾ മടങ്ങൂ എന്ന് അവർ ആർത്തലച്ചു പറയുന്നുണ്ട്. അവരുടെ വാക്കുകൾ കേൾക്കാതിരിക്കാൻ നിലവിൽ ഈ യാത്രയ്ക്ക് കഴിയില്ല. കാരണം ജനങ്ങളോട് ചേർന്ന് നിന്ന നേതാവിനെ അവർക്ക് കാണിച്ചു കൊടുക്കേണ്ടത് ഈ CPM എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ ഉത്തരവാദിത്വം കൂടിയായി മാറുന്നു. നമ്മൾ ഈ വഴിത്താരകളെല്ലാം അത്രമേൽ ദൂരത്തിൽ ഇങ്ങനെ ബൈക്കുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഈ ഒരു പ്രായം മറന്നുകൊണ്ട്, അത് ചെറുപ്പക്കാരുണ്ട്, സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്, ഉറക്കം പോലും. ഈ സമയം ഏതാണ്ട് 12:30 പിന്നിട്ട് 1 മണിയോടടുക്കുന്നു. ഈ 1 മണിയോടടുക്കുമ്പോഴും ജനം ഇങ്ങനെ എന്തിന് തെരുവിലേക്ക് ഇറങ്ങുന്നു, ജനം ഇന്നിങ്ങനെ എന്തിന് കാത്തു നിൽക്കുന്നു? ഒരു മനുഷ്യനെ തേടി ജനം ഇങ്ങനെ റോഡിലേക്ക് ഇറങ്ങണമെങ്കിൽ ആ മനുഷ്യൻ അവർക്കൊക്കെ ആരായിരുന്നുവെന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതേ ഉള്ളൂ. ഇത്രമേൽ ആഴത്തിൽ VS എങ്ങനെയാണ് പടർന്നു കയറിയത് ഓരോ മനുഷ്യരിലേക്കും, അത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ്. നേരത്തെ ഇവരാരും വെറുതെ വിളിക്കുന്ന മുദ്രാവാക്യമല്ല, കണ്ണേ കരളെ VS, ഞങ്ങളുടെ ചങ്കിലെ റോസാപ്പൂവേ. ആ മുദ്രാവാക്യം VSനായി രൂപപ്പെട്ടതാണ്. കഴിഞ്ഞ 6 വർഷമായി ആ മുദ്രാവാക്യം വിളികൾ കേരളത്തിൽ അധികം ആരും കേട്ടില്ല. പക്ഷേ ഇന്നലെ വൈകുന്നേരം മുതൽ കേരളത്തിന്റെ തെരുവോരങ്ങളിൽ ആ മുദ്രാവാക്യങ്ങൾ വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഇന്നലെ SGT ആശുപത്രിയിൽ നിന്ന് AKG ഭവനിലേക്ക്, AKG പഠന കേന്ദ്രത്തിലേക്ക് പോകുമ്പോഴും, AKG പഠന കേന്ദ്രത്തിൽ നിന്ന് പുറത്ത് VSന്റെ ബട്ടൺ ഹില്ലിലെ വീട്ടിലേക്ക് പോകുമ്പോഴും ജനം ഇങ്ങനെ ആർത്തലച്ച് VSനായി ഇറങ്ങി വരുന്ന കാഴ്ച. 2 കിലോമീറ്റർ ദൂരം പിന്നിടാൻ, അത് പിന്നിടാനുള്ള ദൂരം മണിക്കൂറുകളാകുന്നു അതിന്റെ ദൈർഘ്യം എന്നുള്ളതാണ് ആരായിരുന്നു VS എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ വലിയ രീതിയിൽ ജനം പലയിടത്തായി കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. അവർക്കെല്ലാം VSനെ കണ്ടേ മടങ്ങൂ. അതുകൊണ്ടാണ് ഈ അർദ്ധരാത്രിയിൽ ഞങ്ങൾ ഈ റോഡിലേക്ക് ഇറങ്ങി വന്നത്. VSനെ കാണാതെ പോകാൻ കഴിയില്ല. കാരണം VS പലകുറി എത്തിയ മണ്ണാണ്. VSനോട് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നവരെ നമ്മൾ കണ്ടതാണ്. ഈ പാരിപ്പള്ളിയിലെത്തിയപ്പോൾ ഒരു നോക്ക് കാണണമെന്ന് മന്ത്രി KN ബാലഗോപാലിനോടും തിരുവനന്തപുരം CPM ജില്ലാ സെക്രട്ടറി VS ജോയിയോടും അടക്കം പറയുന്നവരെ നമ്മൾ കണ്ടതാണ്. കാരണം ഞങ്ങൾക്ക് കാണാതെ പോകാൻ കഴിയില്ല. VS ഞങ്ങൾക്ക് വേണ്ടിയാണ്, ഞങ്ങളുടെ
ഞങ്ങളുടേതാണ് വി എസ് എന്ന് അവർ അവകാശത്തോടെ പറയുകയാണ്. ആരായിരുന്നു വി എസ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ആ ദൃശ്യങ്ങൾ. ഈ ദൃശ്യങ്ങൾക്കാണ് കുട്ടികളടക്കം കാത്തു നിൽക്കുന്നു. ഈ 1 മണിക്ക് പോലും കുട്ടികൾ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് തങ്ങളുടെ പ്രിയപ്പെട്ട ആ അച്ചുമാമനെ കാണാൻ, തങ്ങളുടെ പ്രിയപ്പെട്ട ആ CM-നെ കാണാൻ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ആ പ്രതിപക്ഷ നേതാവിനെ കാണാൻ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ആ വി എസ് എന്ന ആ ദ്വയാക്ഷരത്തിനെ കാണാൻ. കാരണം വി എസ് അത്രമേൽ ആഴത്തിൽ പ്രായവ്യത്യാസമില്ലാതെ മനുഷ്യരിലേക്ക് ഇറങ്ങിച്ചെന്നിരുന്നു. വി എസ് ആരായിരുന്നുവെന്ന് നമ്മൾ ഇതുവരെ കണ്ടതാണ്. കഴിഞ്ഞ 12 മണിക്കൂറായി ആരായിരുന്നു കേരളത്തിന് വി എസ്, ആരായിരുന്നു കേരളത്തിന് വി എസ് എന്ന് ഈ ജനം കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഏത് പ്രശ്നങ്ങളിലും മുന്നിൽ നിന്ന് നയിച്ച നേതാവ്, ഞങ്ങളുടെ രക്ഷകനാണ്, അവകാശ പോരാട്ട ചരിത്രത്തിന്റെ ഭൂമികയിൽ മുന്നിൽ നിന്നവനാണ്. അതുകൊണ്ട് തന്നെ വി എസ് ഞങ്ങളുടേതാണ് എന്ന് ജനം ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ്. ഗൂഗിൾ ഇനി ചാത്തന്നൂരാണ്. ചാത്തന്നൂരിലും ഇതേ രീതിയിലായിരിക്കും. സ്വാഭാവികമായും CPM-ന് അടിത്തട്ട് വരെ വേരോട്ടമുള്ള ഭൂമികയാണ് ഇതെല്ലാം. അതുകൊണ്ട് CPM-ന്റെ വലിയ രീതിയിൽ ജനം, സമൂഹം, പാർട്ടി പ്രവർത്തകർക്കപ്പുറം ആബാലവൃദ്ധ ജനങ്ങളും റോഡിലേക്ക് ഇറങ്ങുന്നുണ്ട്. പ്രായവ്യത്യാസം മറന്നിറങ്ങുന്നുണ്ട്. അതെല്ലാം വി എസിനോടുള്ള സ്നേഹം കൊണ്ടാണ്. ഈ കണ്ണേക്കരളെ എന്ന് അവർ വെറുതെ വിളിക്കുകയല്ല, തൊണ്ട പൊട്ടുമാറുച്ചത്തിൽ ഹൃദയത്തോട് ചേർത്ത് വിളിച്ച മുദ്രാവാക്യമാണത്. ആ മുദ്രാവാക്യം വേറൊരു നേതാവിന് വേണ്ടിയും അവർ വിളിച്ചിട്ടില്ല, വി എസിന് വേണ്ടി മാത്രമാണ് അവർ വിളിച്ചത്. വി എസിന് വേണ്ടി അവർക്ക് വിളിക്കാൻ കഴിയൂ, കാരണം അത് വി എസിനോട് മാത്രം ചേർത്ത് നിർത്തുന്ന മുദ്രാവാക്യമാണ്. ഇനി ചാത്തന്നൂർ കഴിഞ്ഞാൽ കൊട്ടിയം കഴിഞ്ഞാൽ കൊല്ലം. ഈ വഴിത്താരകൾ എത്ര ദൈർഘ്യമെടുക്കും, ഈ ഓരോ കിലോമീറ്ററും പിന്നിടാനുള്ളതാണ് ഇനി നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത്.